ഓക്കെ ശരി. നമ്മൾ പ്രിപ്പറേഷനിൽ ആദ്യം പഠിച്ചത് ഫ്രം ആൽക്കഹോൾസ് ആയിരുന്നു കേട്ടോ. മോൾ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് റെഡിയാക്കാം. ഇപ്പോൾ ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പ്രധാനമായിട്ടൊരു റിയേജൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഒരു തയോണൈൽ ക്ലോറൈഡൊക്കെ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയായിരുന്നു സംഭവം ഒന്ന് ഓർത്തെ? ലൂക്കാസ് റിയേജൻറ്റ് എന്തായിരുന്നു? ഓക്കെ, HCl പ്ലസ് സിങ്ക് ക്ലോറൈഡ്. അവിടെ നമ്മളൊരു റിയാക്ടിവിറ്റി ഓർഡർ പറഞ്ഞില്ലായിരുന്നോ? ഏത് ആൽക്കഹോൾ എടുക്കുമ്പോഴാണ് മോർ റിയാക്റ്റീവ്? ടെർഷറി. ഓർമ്മയുണ്ടോ? അഭിഷേക്, ആദീന, ലക്ഷ്മി, അർച്ചിത, സാറ, ജാനകി. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഒരു മെത്തേഡ് അല്ല നമ്മൾ ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ് കഴിഞ്ഞിട്ട് ഒരു മെത്തേഡ് കൂടെ പറഞ്ഞല്ലോ. ഏതാണ്? ഫ്രം ഹൈഡ്രോ കാർബണിൽ ഒരു മെത്തേഡ് പറഞ്ഞു. അവിടെ എന്താ പ്രത്യേകത? എന്താണ് അവിടുത്തെ ഒരു മെക്കാനിസം പറഞ്ഞായിരുന്നല്ലോ? ഫ്രീ റാഡിക്കൽ ഒന്നുമില്ല. ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും ഒരു ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ട് ത്രൂ ആണ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. ആൽക്കീൻസിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫ്രം ആൽക്കീൻസിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷനിൽ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂള് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, നമുക്കറിയാം ആൽക്കീൻസ് അവിടെ നമ്മൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ പറയുന്നത്? ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ആൽക്കൈനോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അഡീഷൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഓരോ ബോണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആറ്റത്തിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എല്ലാം സിംഗിൾ ബോണ്ടാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. 5 ബോണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞോ, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മളിവിടെ അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിലാണ് റിയാക്ഷൻ നടത്താൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ഹൈഡ്രജൻ ക്ലോറൈഡ് എടുക്കാം, അല്ല ഹൈഡ്രജൻ ബ്രോമൈഡ് എടുക്കാം. ഹൈഡ്രജൻ എക്സ് ഇവിടെ ആരൊക്കെയാവാം? ക്ലോറിനാവാം, ബ്രോമിനാവാം, അയഡിനാവാം. അപ്പം HCl എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇവിടെ എന്തുമായിരിക്കും? CH3 CH2Cl ആയിരിക്കും. അതായത് ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയിട്ട് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് സിസ്റ്റം നമുക്ക് കിട്ടും. മനസ്സിലായോ? അഡീഷൻ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പോയിട്ട് അതുപോലെ വരും. അപ്പോൾ ബോണ്ടിങ്ങിന് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പം ആൽക്കീൻസിൻ്റെ ഉള്ള റിയാക്ഷനിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുമില്ല, വേറെ റിയേജൻ്റ് ഒന്നുമില്ല. ഡബിൾ ബോണ്ടിലേക്ക് ഒരു അഡീഷൻ റിയാക്ഷൻ നടക്കുന്നു. അഡീഷൻ ആരാണ്? നമ്മൾ ആഡ് ചെയ്യുന്ന ആരാണ്? ഒരു HX എന്ന് പറയാം ജനറലി. ആ എക്സ് ആരൊക്കെയാവാം? ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഇനി നമുക്ക് ഈ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഇവിടെ ഹാലജൻ ആഡ് ചെയ്തു, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്തു. അതുപോലെ തന്നെയല്ലേ ഇങ്ങനെ എഴുതുന്നതും? കാരണം എന്താ? സിമെട്രി ഉണ്ട് ആൽക്കീൻ അല്ലേ? ഇവിടെ നമ്മൾ നമ്പർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് എടുക്കുന്നത് നോക്കിക്കോളൂ. നമ്മളെടുക്കുന്ന ഒരു ആൽക്കീൻ ഇതാണ്. ഈ ആൽക്കീൻ്റെ പ്രത്യേകത എന്താണ്? സിമെട്രിക്ക് എങ്ങനെ നോക്കുന്നതെന്ന് നമുക്കറിയാവോ? സിമെട്രിക്ക് എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ബോണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ കളർ എവിടെയാണ്? ഡബിൾ ബോണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഡബിൾ ബോണ്ടിൻ്റെ അവിടെ ഒരു കൃത്യം ഒരു ഡിവിഷൻ കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണോ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഒരു C ഉണ്ട്, ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. ഇവിടെ നോക്കുമ്പോഴും സിയും 2 ഹൈഡ്രജൻ. അപ്പോൾ സിമെട്രിക് അല്ലേ? സിമെട്രിക് ആയിട്ടുള്ള ഒരു ആൽക്കൈനിലേക്ക് നമ്മൾ ഹാലജൻ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരേ ഒരു പ്രൊഡക്റ്റേ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. എന്താ സംഭവം എന്ന് വെച്ച് നോക്കി കേട്ടോ. ഇവിടുത്തെ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജനും ഒരു ഹാലജനും വരും. ഓക്കെ അല്ലേ? അപ്പം ശരിക്കും ഇതിങ്ങനെ എഴുതിക്കുന്നതിൻ്റെ മീനിങ് എന്താണ്? ഈ കാർബണിൽ എന്തൊക്കെയുണ്ട്? H3 സിംഗിൾ ബോണ്ട്, പിന്നെന്താണ്? CH2 അല്ല, എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. Cl എടുക്കുകയാണെങ്കിൽ Cl. ഓക്കെ, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി ഇതേ റിയാക്ഷൻ തന്നെ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലല്ലേ ഹാലജൻ കൊടുത്തത്, ലെഫ്റ്റ് സൈഡിൽ ഹാലജൻ കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ ഹാലജൻ സിംഗിൾ ബോണ്ട്, ഇപ്പുറത്ത് ഹൈഡ്രജൻ. എന്തായാലും രണ്ടുപേരും നമുക്ക് ആഡ് ചെയ്യണം. ഒരു ഹൈഡ്രജനെയും ഒരു ഹാലജനെയും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തതിന് ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. അപ്പോഴും നമുക്ക് കിട്ടുന്ന എന്ത് പ്രൊഡക്റ്റ് തന്നെയാണ്?
CH2X CH3 രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് 1 ഇത് 2 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹാലജൻ വരുന്നുണ്ട്, ഇത് 1 2. അപ്പോൾ ഫസ്റ്റ് കാർബണിലാണ് 2 ഹാലജൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളൂ, ബിക്കോസ് സിമെട്രിക്കലാണ്. ഇനി നമ്മൾ വേറൊരു ആളെ എടുക്കുകയാണ്, CH2. ഇങ്ങനൊരു ആൽക്കീൻ എടുക്കുകയാണ്. എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, ഈ ക്വസ്റ്റൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് MCQ ആണെങ്കിലും ചോദിക്കും, ഈ പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഏത് ആൽക്കീൻ എടുക്കണം എന്ന രീതിയിൽ കൺഫ്യൂസിങ് ആക്കി ചോദിക്കും. ഓക്കെ, ഈ ആൽക്കീൻ നോക്കിയാൽ ഈ ആൽക്കീനിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുന്നത്? ഒന്ന് ആലോചിക്കണേ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഡബിൾ ബോണ്ടുള്ള പോർഷനിലേക്ക് നോക്കുക. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു കാർബണിൽ ഒരു ഹൈഡ്രജനും മറ്റേ കാർബണിൽ ഒരു ഹാലജനുമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഏത് 2 പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏതാണ് നമുക്ക് സാധ്യതയുള്ളതെന്ന് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാണേ, ഒരാൾ ആൻസർ പറഞ്ഞു, ജാനകി ആൻസർ പറഞ്ഞു. ഒന്നെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ആഡ് ചെയ്യും? ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ക്ലോറിൻ. അല്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും? ഇവിടെ ക്ലോറിൻ, ഹൈഡ്രജൻ. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം. CH2 സിംഗിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട് ആയിരിക്കും അല്ലേ? ഈ ഡബിൾ ബോണ്ട് പിന്നെ നമ്മൾ നോക്കണ്ട. ഇങ്ങനൊരു പ്രൊഡക്റ്റ് കിട്ടാം. അല്ലെങ്കിൽ CHCl CH3 സോറി കറക്റ്റ് കേട്ടോ. 2 പ്രൊഡക്റ്റിൽ ഒരാൾ മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മുടെ സ്റ്റോർ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾ മേജർ പ്രൊഡക്റ്റ് ആണ്. ഏതാണ് മേജർ പ്രൊഡക്റ്റ്? എന്തുകൊണ്ടാണ് അതിൻ്റെ മേജർ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് മാർക്കോവ്-നിക്കോവ്സ് റൂൾ പറയുന്നത്. ഓക്കെ, മാർക്കോവ്-നിക്കോവ്സ് റൂൾ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുവാ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആന്തീന. ഓക്കെ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? 2 പോസിബിലിറ്റി വരുമ്പം ഏതിനാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. 2 പ്രൊഡക്റ്റിന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 2 പ്രൊഡക്റ്റ് വരുമ്പോഴേക്ക് ഏതിനാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എന്നത് പറയുന്നത് ഈ റൂൾ വെച്ചിട്ടാണ്. ഓക്കെ, ഈ HCl എങ്ങനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? HCl നമ്മൾ ഏത് ഇതിലേക്കാണ്? ആദ്യമേ നമ്മൾ ആൽക്കീനിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ആൽക്കീനെ നല്ല പോലെ ഒന്ന് നോക്കുക. ഇത് സംഭവം ആൽക്കീൻ നോക്കിയാൽ പോരാ. ആൽക്കീനുള്ള ആരെ നോക്കണം? ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 പേരെ നോക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജൻ. ഈ കാർബണിലോ 2 ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ നേരത്തെ സിമെട്രിക് എന്ന് പറഞ്ഞ കേസിൽ വരുമ്പോഴേക്കും നമ്മുടെ ഡബിൾ ബോണ്ടഡ് കാർബൺ നോക്കുകയാണെങ്കിൽ 2 അടുത്ത് ഈക്വൽ അല്ലേ? അതല്ലേ സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പം നമുക്കവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. 2 സൈഡിൽ ഇവിടെയും ഈ ഡബിൾ ബോണ്ടഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും 2 ഹൈഡ്രജൻ. അൺസിമെട്രിക്കിൽ വരുമ്പോഴേക്കും ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജനായിട്ട് തന്നെ ഡിഫറൻസ് ഉണ്ടാവും. ഇനി നമ്മൾ റൂൾ വെച്ചിട്ട് പറയുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രദ്ധിച്ചോണം, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ള കാർബണിലായിരിക്കും. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിൽക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് 3-4 പേര് അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകും. അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ ആരുടെ അടുത്തേക്ക് പോകും? ഓൾറെഡി ഹൈഡ്രജൻ കൂടുതൽ 2 പേര് നിൽക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഇങ്ങോട്ടേക്ക് പോകും. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഹൈഡ്രജൻ കൂടുതലുള്ള പോർഷനിലേക്ക് പോകും. ഈ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് ആര് പോകും? ഹാലജൻ പോകും. ഡെഫിനിഷൻ ഉണ്ട്, മാർക്കോവ്-നിക്കോവ്സ് റൂളില്ല. ഞാനിവിടെ സംഭവം എന്താണെന്നാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് അൺസിമെട്രിക്കൽ ആൽക്കീൻ വരുന്ന കേസിൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഏത് കാർബണിലാണോ മോർ ഹൈഡ്രജൻ വരുന്ന കാർബണിലേക്ക് എഗെയിൻ ഒരു ഹൈഡ്രജൻ കൂടെ വരും. ലെസ് ഹൈഡ്രജൻ വരുന്ന പോർഷനിലേക്ക് ആര് വരും? ഹാലജൻ. ഓക്കെ അല്ലേ? അപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ മിസ് ക്വസ്റ്റ്യൻ തരുമ്പോൾ ക്വസ്റ്റ്യൻ പാടുള്ളതായിരിക്കും അല്ലേ? അതാണല്ലോ എൻ്റെ രീതി. ഇതിൽ നമ്മൾ HI ആഡ് ചെയ്യുകയെന്ന് വിചാരിക്കും. ഓക്കെ, ഇതിപ്പോൾ അസിമെട്രിക്കലാണോ? നോക്കാം, 1 2 സിമെട്രിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സിമെട്രിക്കൽ എന്ന് പറയാം. ഇത് ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് എടുത്താൽ കൺഫ്യൂസിങ് ആണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ് കിട്ടും. മേജർ പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു മാർക്കോവ്-നിക്കോവ്സ് റൂൾ വിച്ച് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും?
CH3 CH2 പറയണേ. ആ CHI സിംഗിൾ ബോണ്ട് CH3. ഇതാണ് മാർഗം. എഴുതി വയ്ക്കാം. മനസ്സിലായല്ലോ? ഫ്രം ആൽക്കീൻസ്. നോട്ട് എവിടെ എടുത്ത് കെമിസ്ട്രി എന്നൊക്കെ ഹെഡിങ് എഴുതി വെച്ചേക്കുന്നു. ആ നോട്ട്ബുക്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കൊക്കെ എടുക്കാം, ഫെയർ നോട്ട് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഇതാരാ മോളെല്ലാം എഴുതിയിട്ടുണ്ട്. വേറെ പുതിയ നോട്ട് എടുത്തു എഴുതിയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. അത് വീട്ടിൽ പോയിട്ട് റീറൈറ്റ് ചെയ്യുന്നതാണോ ഇഷ്ടം? പിന്നെന്താ എടുക്കെടുത്ത് സമയങ്ങളാണ്. ഇതേ കണ്ട എൻ്റെ ഒരാളെ മാർക്കോണിക്കോസുകളൊക്കെ എഴുതിക്കൊണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും അൺസിമെട്രിക്കലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം അല്ലല്ലോടാ, ഹൈഡ്രജൻ ഹാലൈഡ് ആണ്. ഹൈഡ്രജൻ ഹാലൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം ആഡ്സ് ടു കാർബൺ ദാറ്റ് ഹാസ് എ ഗ്രേറ്റർ നമ്പർ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? കാർബൺ കണ്ടെയ്നിങ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അതാണ് ശരി. ഫ്രം ആൽക്കീൻസ് എഴുതുന്നത് നമ്മൾ ഇത് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ അല്ലേ? ആൽക്കെയിൻസ് ആണ് നമ്മൾ എഴുതിയത്. കാണിച്ചാൽ ലാസ്റ്റ് പേജ് കാണിച്ചേ. എന്ത് കള്ളത്തിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എഴുതുന്നത് എവിടെ? അപ്പോൾ ഈ നോട്ട് മേടിക്കാത്ത ടീംസേ നാളെ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം? നോട്ട് ക്ലിയർ ആക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതില്ല. ഒത്തിരി റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല. അത് നോട്ട് നോട്ട് എന്തേ അത് കറക്റ്റാണോ? ആണോ? നോക്കിയില്ല, കണ്ടില്ല. ഇതിപ്പോൾ ആരാ? 2 പേർക്ക് മോനും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നോട്ടിട്ട്? എന്തുവാ നിങ്ങൾ? ഇവിടെ തൊട്ടുണ്ടോ? ഹായ് ഹലോ. ശരി ശരി, നമ്മൾ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഫ്രം ആൽക്കീൻസ്. ആൻ ആൽക്കീൻ ഈസ് കൺവേർട്ടഡ് ടു. ഇപ്പം നമ്മുടെ പ്രിപ്പറേഷൻ ആൽക്കൈൽ ഹാലൈഡിനെ പ്രിപ്പയർ ചെയ്യുവാണ്, അത് ഓർമ്മ വേണം. ആൻ ആൽക്കീൻ ഈസ് കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്. Alkene is converted to corresponding alkyl halide. ഒരു ആൽക്കൈൽ ഹാലൈഡിന് എക്സാമ്പിൾ പറഞ്ഞു ജാനകി. ഒരു ആൽക്കൈൽ ഹാലൈഡ് എവിടെയെങ്കിലുമൊക്കെ ഒരു ഹാലജൻ വന്നാൽ പോരെ? ഒരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ CH3Cl അറിയത്തില്ലേ ആൽക്കൈൽ ഹാലൈഡ്? എടാ ഒരു സാച്ചുറേറ്റഡ് ഒരു കാർബണോ ഹൈഡ്രജനുള്ള സിസ്റ്റത്തിൽ ഒരു ഹാലജൻ വന്നാൽ മതി, ആൽക്കൈൽ ഹാലൈഡായി. ആൽക്കൈൽ ഹാലൈഡ് ബൈ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ബൈ റിയാക്ഷൻ വിത്ത് HCl, reaction with HCl or HBr or HI. ഓക്കെ, ജനറലി ഈ റിയാക്ഷൻ നമുക്കിത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് അൺസിമെട്രിക് പറയാം. ഓക്കെ, ജനറലി ഇങ്ങനെ ഈ ഒരു റിയാക്ഷൻ എഴുതിക്കും. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഡബിൾ ബോണ്ട് കാണിച്ചിട്ടുണ്ട്. ഡബിൾ ബോണ്ടിലേക്ക് ഹൈഡ്രജനും ഹാലജനും ആഡ് ചെയ്യുന്നു. വേറെ എക്സ് എന്താണ് അതും കൂടെ ബ്രാക്കറ്റിൽ എഴുതുക. ക്ലോറിൻ ബ്രോമിൻ ആഡ്. ഇത്രയും മാത്രം. ഈ റിയാക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എക്സ് ഈസിക്കൽ ടു ക്ലോറിൻ ഓർ ബ്രോമിൻ ഓർ അയഡിൻ എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. നമുക്ക് നല്ലതായിട്ട് വായിക്കാൻ തോന്നി ഇങ്ങനെയൊക്കെ കളർഫുള്ളായിട്ട് എഴുതുവാണ്. എന്താ വ്യത്യാസം എന്നൊക്കെ ഒറ്റയടിക്ക് മനസ്സിലാവും. അപ്പം ഒരു റിയാക്ഷൻ എഴുതിക്കേ, വൃത്തിയായിട്ട് എഴുതാം. ഈ റിയാക്ഷൻ നിങ്ങൾ
ബാക്കി റിയാക്ഷൻ ആ എക്സാമ്പിളാണേ. CH3 CH2 CH. ഇതിൻ്റെ പേരൊന്ന് താഴെ എഴുതിക്കും. ഇതിൻ്റെ പേരെന്തുവാ? ഇതിൻ്റെ പേരെന്തുവാ? 2 കാർബണും ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതിൻ്റെ പേരെന്തുവാ? മോളിക്യൂളിൻ്റെ പേരെന്തുവാ? ഈഥെയ്നാണോ? ഈഥീൻ. എടുത്ത് വെച്ചോ, താഴത്ത് എഴുതി വെച്ചോ കേട്ടോ. അതിൻ്റെ ആ മോളിക്യൂൾ താഴെ ഈഥീൻ. ഇനി ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതണം. കാര്യം എന്താണ്? ഇത് സിമെട്രിക്കലാണ്. സിമെട്രിക്കൽ ആൽക്കീൻ ഗീവ്സ് ഓൺലി 1 പ്രോഡക്റ്റ്. അതായത് തിരിച്ചെഴുതാലും മറിച്ചെഴുതാലും നമുക്ക് ആ പേരൊന്നേ വരത്തുള്ളൂ അല്ലേ. സിമെട്രിക്കൽ ആൽക്കീൻ. കുറച്ചധികം റെഡ് പേനയായിട്ട് നാളെ വരണം കേട്ടോ. ഒരു റെഡ് പേനയുണ്ട്. സിമെട്രിക്കൽ ആൽക്കീൻ ഗീവ്സ് ഓൺലി 1 പ്രോഡക്റ്റ്. അടുത്ത റിയാക്ഷനായിട്ട് എഴുതുക. വേറൊരു എക്സാമ്പിൾ. സമയം കളയാനില്ല. അപ്പം ഇപ്പം തൊട്ട് മേളിൽ പറഞ്ഞ കേസാണ് സിമെട്രിക്കൽ ആൽക്കീൻ. ഓക്കെ, ഇനി അടുത്തൊരു കേസാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 1 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അടുത്തത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇപ്പം പറഞ്ഞ ആ ഒരു സെൻറ്റൻസും ആ ഒരു റിയാക്ഷൻ ഒരേ കാര്യമാണ് നമ്മൾ പറയുന്നത്. സിമെട്രിക്കൽ ആൽക്കീൻ അല്ലേ. അടുത്ത അൺസിമെട്രിക്കൽ ആൽക്കീൻ്റെ ഒരു എക്സാമ്പിൾ എഴുതുക. അതിനെപ്പറ്റി നമുക്കൊരു സെൻറ്റൻസും കൂടെ എഴുതാം. 2 നമ്മുടെ ആൽക്കീൻ ഇതാണ്. അൺസിമെട്രിക്കൽ ആൽക്കീനാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇവിടെ ഹൈഡ്രജൻ എണ്ണമൊക്കെ കറക്റ്റ് അല്ലേ? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. എൻ്റെ പേരൊന്നും എഴുതിക്കേ അഭിഷേക്. ഞാനൊക്കെ എഴുതിക്കേ. ആ മോളിക്യൂളിൻ്റെ താഴെ അതിൻ്റെ പേര്. 3 കാർബൺ ഉണ്ടോ? അത് 4 കാർബൺ ഉണ്ടോ? 3 കാർബൺ. പ്രൊപ്പ്. ഡബിൾ ബോണ്ട് ഉണ്ടോ? എവിടെയാണ് ഡബിൾ ബോണ്ട്? ഫസ്റ്റ് കാർബണിലാണ്. അപ്പോൾ ഇനി നമ്പർ പ്രത്യേകം പറയണമെന്നില്ല. പ്രൊപ്പീൻ. പ്രൊപ്പ് 1 എന്ന് പറയേണ്ട കാര്യമില്ല. പ്രൊപ്പീൻ. ഇനി പ്രൊപ്പിന് 2 ഉണ്ടോ? പ്രൊപ്പ് 2 ഇല്ല കേട്ടോ. സെക്കൻഡ് കാർബണിൽ വരച്ചാൽ എന്തായാലും ആവത്തുള്ളൂ, ആ ഫസ്റ്റ് കാർബണിലായിട്ട് വരും. മനസ്സിലായോ? പ്രൊപ്പ് 2 ഇല്ല. പ്രൊപ്പീൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് എഴുതിക്കോ. CH3 CHBr സിംഗിൾ ബോണ്ട് CH3 പ്ലസ് 2 പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. CH3 CH2 സിംഗിൾ ബോണ്ട് CH2Br. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ. പേടി ഇങ്ങനെയൊക്കെ എടുക്കാനായിട്ട്. കാണിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് തെറ്റണ്ടെന്ന് ഓർക്കും. 2 പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 2 പ്രൊഡക്റ്റിൻ്റെ പേര് എന്താടാ? ഇല്ലടാ, കറക്റ്റല്ല. എന്താ പ്രശ്നം? ഇല്ല, ഓർഡർ നിങ്ങൾക്ക് വിഷയമില്ല. എവിടെ എന്താ ഉദ്ദേശിച്ചത്? തെറ്റില്ല, കറക്റ്റ്. ഇല്ല, അങ്ങനെയില്ല. പ്ലസ് ഇട്ടുമ്പോൾ താഴെ എഴുതിക്കുള്ളൂ. പ്ലസ്. ഓക്കെ, ഇനി 2 പ്രൊഡക്റ്റിൻ്റെ പേരൊന്ന് എഴുതിക്കുക. പേര് വേണം. കാരണം പേര് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ നമ്മുടെ MCQയിലൊക്കെ നമുക്ക് പല ടെസ്റ്റിംഗ് ചെയ്യുന്നത്. പേര് നമ്പർ ചെയ്തോ. IUPAC നോമൻക്ലേച്ചർ അറിയണമെങ്കിൽ ആ ബ്രോമിൻ വരുന്ന കാർബണിൽ ലീസ്റ്റ് നമ്പർ വരുന്ന രീതി നമ്പർ മോളൊന്ന് കൊടുത്തേ സാറ്. 1 2 3 കൊടുത്തിട്ട് ഏത് കാർബണിലാണ് ബ്രോമിൻ വന്നത്? 1 2 കൊടുക്കൂ. 2 3. അപ്പം ഏത് കാർബണിലാണ് ബ്രോമിൻ വന്നത്? 2 ബ്രോമോ ഈ ഉണ്ടോ? പ്രൊപ്പെയിൻ. 2 ബ്രോമോ പ്രൊപ്പെയിൻ. മനസ്സിലായോ? അടുത്തതിൻ്റെ പേര് പറയണേ. സോറി, കുറച്ചുകൂടി നീങ്ങി സ്ഥലമുണ്ടോ? ഇല്ലല്ലേ. 2 ബ്രോമോ. ഇവിടെ കേൾക്കാൻ കഥയ്ക്കായിരുന്നു. പേര് കിട്ടി എഴുതി. അല്ല, ഞാൻ ആൻസർ പറഞ്ഞ് കേട്ടപ്പോഴേ ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് അതെടുത്ത് എഴുതി മറന്നു പോയതാന്ന് നോക്കി. 2 ബ്രോമോ. രണ്ടാമത്തെ എന്തായിരിക്കും? 1 ബ്രോമോ എന്ന് എഴുതി വയ്ക്കും. കാരണം ഈ ഒരു പർട്ടിക്കുലർ കേസ് ആയതുകൊണ്ടാണ് കേട്ടോ. 1 ബ്രോമോ പ്രൊപ്പൈനും
ബ്രോമോയും സെയിം തന്നെയാണ്, എന്നാലും 1 ബ്രോമോ എന്നൊന്ന് എഴുതിയേക്ക്, കാരണം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ, അക്കോർഡിംഗ് ടു അല്ല എഴുതണ്ട, എനിക്ക് വരാം. ഇതിൻ്റെ പേരെന്താണ്? പ്രൊപ്പീൻ. എഴുതിക്കോളൂ. പ്രൊപ്പീൻ ഈൽഡ് 2 products. അവിടെ അവിടെ പേനയൊക്കെ നേരത്തെ ഇങ്ങോട്ട് എടുത്ത് വെക്കൂ. ഇവിടെ വെച്ചോളൂ, സ്ഥലമില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നോ രണ്ടോ കളർ തുറന്ന് ഇവിടെ വെക്കുക, പിന്നെ നിങ്ങൾ അടച്ച് തുറന്നിരിക്കണ്ട. പ്രൊപ്പീൻ ഈൽഡ്സ് 2 products. എന്തൊക്കെയാണ്? ഹൈഫൺ ഇട്ട് എഴുതുക. 1 ബ്രോമോ പ്രൊപ്പേനും 2 ബ്രോമോ പ്രൊപ്പേനും, രണ്ടും എയിനാണ്. പ്രൊപ്പീൻ ഈൽഡ്സ് 2 products. നമ്മൾ ചെയ്ത റിയാക്ഷൻ എന്ന് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. 2 products ഗീവ്സ് ഇല്ല, പ്രൊഡക്ട്സ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഗീവ് എന്ന് തന്നെയല്ലേ, ഹൈഫൺ ഇട്ടിട്ട് 1 ബ്രോമോ പ്രൊപ്പെയിൻ ആൻഡ് 2 ബ്രോമോ പ്രൊപ്പെയിൻ. എയിനാണ്. സിംഗിൾ ബോണ്ട് ആയാലും അഡീഷൻ റിയാക്ഷൻ കഴിഞ്ഞ് വരുന്നത് പിന്നെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. One of the product will be വേഗം എഴുതുക കേട്ടോ. മേജർ പ്രോഡക്ട്സ്. One of the product will be major product. ആസ് പെർ മാർക്കോനിക്കോവ്സ് റൂൾ. സ്പെല്ലിംഗ് ഒക്കെ നോക്കൂ കേട്ടോ. മാർക്കോനിക്കോവ്സ് റൂൾ. ആസ് പെർ മാർക്കോനിക്കോവ്സ് റൂൾ. MARKOV. രണ്ടും വേറെ സ്പെല്ലിങ്ങും ഉണ്ട്. എഫ് വെച്ചിട്ടൊരു സ്പെല്ലിങ്ങും കാണാറുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. KOVNIKOV. മാർക്കോനിക്കോവ്സ്. ഓക്കെ, ഇനി ഇവിടെ ഒരാൾ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പാരായിട്ട് എഴുതുക. അക്കോർഡിംഗ് ടു മാർക്കോനിക്കോവ്സ് റൂൾ, according to Markovnikov's rule, when a hydrogen halide is cap ഇട്ട് വയ്ക്കും. ക്യാപ്പ് ഇട്ട് ഓപ്പൺ ചെയ്ത് പേന വയ്ക്കും. ജെല്ലാണോ? അല്ലല്ലോ, ജെല്ലാണോ? അപ്പോൾ ക്ലോസ് ചെയ്തോ കേട്ടോ, വെറുതെ കാറ്റടിച്ച് ഇതാവണ്ട, ലീക്കൊക്കെ. അക്കോർഡിംഗ് ടു മാർക്കോനിക്കോവ്സ് റൂൾ, when a hydrogen halide is added to ഹൈഡ്രജൻ ഹാലൈഡ് എന്താണ്? HX. നമ്മൾ നേരത്തെ പറഞ്ഞ HIO HB അടക്കം. ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു ആരെ? അൺസിമെട്രിക്കൽ ആൽക്കീൻ. അതാണ് ഇമ്പോർട്ടൻറ്റ്. അൺസിമെട്രിക്കൽ എന്നുള്ള വാക്ക് വേണേൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഇവിടെ എന്താ മിസ്റ്റേക്ക് ഉള്ളത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അൺസിമെട്രിക്കൽ ആൽക്കീൻ, hydrogen atom adds to carbon containing hydrogen atom adds to carbon containing more number of hydrogen atom. ആൻഡ് എന്താണ് ഇവിടെ മിസ്സായ? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഞാൻ പറഞ്ഞില്ല, ഹൈഡ്രജൻ ആറ്റം വരുമ്പോഴേക്കും ഹൈഡ്രജൻ ആറ്റം ഓൾറെഡി കൂടുതലുള്ള പോർഷനിലേക്കായിരിക്കും പോകുന്നത്. ആൻഡ് ഹാലജൻ ആഡ്സ് ടു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാലജൻ എവിടെ ആയിരിക്കും? ലെസ് നമ്പർ ഓഫ് ആയിരിക്കും. ഹാലജൻ ആഡ്സ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ്. വേഗം നമ്മൾ ഒത്തിരി സമയമാകുന്നു ഒരു റിയാക്ഷൻ പറയാനോ. ഹൈഡ്രജൻ ആറ്റം ഇൻ ദ അൺസിമെട്രിക്കൽ ആൽക്കീൻ.
Therefore major product എഴുതിക്കോളൂ. കണ്ടിന്യൂസ് ആയിട്ട് വേണം എഴുതാം. Therefore major product will be ഏതാ? 2-bromo ആണോ 1-bromo ആണോ? 2-bromo propane. Major product will be 2-bromo propane. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു എക്സാമ്പിൾ കൊണ്ടുണ്ട്, അതുകൊണ്ട് എഴുതിക്ക്. ഇത് ഒരു പ്രൊപ്പീനും കൂടെ ഉണ്ട്, അത് സെയിം റിയാക്ഷനാണ്. നിങ്ങൾക്കൊന്ന് വേഗം എഴുതി. ഇതാണ് മേജറും മൈനറൊന്നും കൂടെ എഴുതുക. അതിൻ്റെ IUPAC നെയിമും കൂടെ താഴെ എഴുതണം കേട്ടോ. കുറച്ച് സ്പീഡ് വേണേ. വിൽ ബി മേജർ പ്രോഡക്റ്റ് വിൽ ബി. ഇവിടെ ഒരു പെൻ ഹോൾഡർ എടുത്ത് വെക്കണം അല്ലേ? എല്ലാവരും പേന ഇങ്ങനെ ഇടാം. മേജർ പ്രൊഡക്റ്റ് എന്ന് താഴെ എഴുതിക്കോ. ഏതാണ് മേജർ പ്രൊഡക്റ്റ്? 2-iodo-propane വരും അല്ലേ? മനസ്സിലായാലും റിയാക്ഷൻ മനസ്സിലാക്കി പോകണം. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യാനില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ആൽക്കിനായിരിക്കും ചോദിക്കുന്നത്. MCQസിൽ വേണമെങ്കിൽ ഒരു മേജർ മാർക്കോണിക്കോവ്സ് റൂൾ ഒബേ ചെയ്ത് ഈ റിയാക്ഷനിൽ ഒരു 2-bromo propane എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് ആൽക്കീനായിരിക്കും എന്ന് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് സിമെട്രിക്കൽ ആൽക്കീനും അൺസിമെട്രിക്കൽ ആൽക്കീനും പല സംഭവങ്ങളും കാണും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മാർക്കോണിക്കോവ്സ് റൂൾ എവിടുത്തെ കേസാണ്? അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീൻ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ പ്രൊഡക്റ്റിൽ എത്ര കാർബൺ ഉണ്ട്, ആ കാർബൺ തന്നെയാണോ നോക്കുക. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ റിയാക്ഷൻ. എളുപ്പമല്ലായിരുന്നു റിയാക്ഷൻ, പക്ഷേ റൂളൊന്നും ഒബേ ചെയ്തു. അതാണ് ഇതിനകത്ത് ഉള്ളത്. നെക്സ്റ്റ്, അഡീഷൻ ഓഫ് ഹാലജൻസ്. ഇതും ഒരു പ്രത്യേക റിയാക്ഷനാണ്. 2-3 പോയിന്റ് ഇവിടെ പറയാനുണ്ട്. ഹെഡിങ് എഴുതിക്കോളൂ, എന്നിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അഡീഷൻ ഓഫ് ഹാലജൻസ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? അഡീഷൻ റിയാക്ഷനാണ്. അഡീഷൻ റിയാക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം? അഡീഷൻ റിയാക്ഷൻ വേണമെങ്കിൽ ഒരു ആൽക്കീൻ വേണം അല്ലേ? അൺസാച്ചുറേഷൻ വേണം. ഇല്ല നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡബിൾ ബോണ്ട് വേണം, അല്ലെ ട്രിപ്പിൾ ബോണ്ട് ആയാലും വേണം. സിംഗിൾ ബോണ്ടായിട്ടുള്ള ആളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് പറ്റത്തില്ല, അഡീഷൻ റിയാക്ഷൻ നടക്കത്തില്ല. ഓക്കെ, ഈ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ, ഒരു ആൽക്കീൻ എടുത്തു. ഇവിടെ നമുക്ക് സിമെട്രി നമ്മുടെ വിഷയമില്ല. ഒരു ആൽക്കീൻ, എനി ആൽക്കീൻ എടുത്തു. ആൽക്കീൻ ഡബിൾ ബോണ്ട് വേണം. ആൽക്കീൻ എടുത്തു. നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത് ബ്രോമിൻ ആഡ് ചെയ്തു. ബ്രോമിൻ അതൊരു ലിക്വിഡാണ്, ലിക്വിഡ് ഫോമാണ്. ചില ആൾക്കാർ ലിക്വിഡാണ്, ചിലത് ഗ്യാസാണ്. ബ്രോമിൻ ഒരു ലിക്വിഡ് ഫോമാണ്. അതിൻ്റെ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറയുന്നുണ്ട്. റെഡിഷ്, ഇത് ചോദിക്കുന്ന കേട്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചോദിക്കുന്നത്. റെഡിഷ് ബ്രൗൺ കളറാണ്. ആരുടെ കളറ്? ബ്രോമിൻ. ഈ ബ്രോമിൻ വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു സോൾവെൻറ്റും കൂടെ വേണം. കാര്യം ബ്രോമിനെ നമുക്ക് ഡിസോൾവ് ചെയ്തെടുക്കാനായിട്ട് ഒരു സോൾവെൻറ്റ് വേണം. CCl4. അതിൻ്റെ പേര് പറഞ്ഞു, കാർബൺ ടെട്രാക്ലോറൈഡ്. 4 ക്ലോറിനുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് എന്താണ്? ബ്രോമിൻ ഇൻ CCl4. ബ്രോമിനെ നമ്മളൊരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ട് ഈ ആൽക്കീനിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പേരെന്താ? വിസിനൽ അല്ലെങ്കിൽ വിസ് ഡൈബ്രോമൈഡ്. അതെന്താ വിസ് എന്ന് പറഞ്ഞാൽ? അഡ്ജസൻ കാർബണിൽ ഹാലജൻ വരണം. കണ്ടോ? ഫസ്റ്റ് കാർബണിൽ ഒരു ഹാലജൻ, സെക്കൻഡ് കാർബണിലും ഒരു ഹാലജൻ. കണ്ടോ? നമ്മൾ വിസിനൽ ഹാലൈഡ്, ജെമിനൽ ഹാലൈഡ് പഠിച്ചതല്ലേ? ജെമിനൽ എന്ന് പറഞ്ഞാൽ ഒരേ കാർബണിൽ തന്നെ 2 ഹാലജൻ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കാർബണിൽ ഒരു ഹാലജൻ, സെക്കൻഡ് കാർബൺ. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ്റെ 1-2 പ്രത്യേകത ഞാൻ പറയാം. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെ റിയാക്ഷൻ നോക്കുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഒരു മീഡിയത്തിലായിരിക്കുമല്ലോ. നമ്മൾക്കൊരു ആൽക്കീനുണ്ട്. ഇത് നമ്മുടെ ആൽക്കീനാന്ന് വിചാരിക്കുക. ആൽക്കീൻ മോളിക്യൂൾസ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് ബ്രോമിൻ, CCl4. അപ്പോൾ നമ്മുടെ ഈ കളർ എന്താണ്? ബ്രോമിൻ്റെ കളറായിരിക്കും അല്ലേ? റെഡിഷ് ബ്രൗൺ കളറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത്രയും ഒരു നല്ലൊരു ബ്രൈറ്റ് കളർ. പക്ഷേ ഇവിടെ ആൽക്കീനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് കളർലെസ് ആയിരിക്കും. വിസിനൽ ഡൈബ്രോമൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൊല്യൂഷൻ എന്താവും? കളർലെസ് ആകും. അപ്പോൾ ഇതൊരു ടെസ്റ്റും കൂടെയാണ്. ആക്ച്വലി ഇതൊരു ടെസ്റ്റാണ്. എന്താണ് ടെസ്റ്റ്? ഈ പറഞ്ഞ കളറ് നഷ്ടപ്പെടും. ഈ ബ്രോമിൻ്റെ കളറ് ലൂസ് ചെയ്യും. ഇവിടെ ആൽക്കീനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏതോ ഒരു ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് ഈ റിയാക്ഷൻ നടത്തിയപ്പോൾ കളറ് നഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആൽക്കീൻ അല്ലത് എന്ന് നമുക്ക് പറയാം. ആൽക്കീൻ എടുക്കുകയാണെങ്കിൽ ഈ ബ്രോമിൻ്റെ കളർ എന്തായാലും റെഡിഷ് ബ്രൗണിൽ നിന്നും കളർലെസ്സായി മാറും. അപ്പോൾ ഇതൊരു ടെസ്റ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ആരുടെ ടെസ്റ്റ്? ആൽക്കീനാണോ ആൽക്കീൻ അല്ലേ എന്നുള്ളതിൻ്റെ ടെസ്റ്റ്.
റിയാക്ഷൻ എന്താണ്? ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. എന്തിനാണ് ഈ ബ്രോമിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സോൾവെൻറ്റ് നമ്മൾ ഉപയോഗിക്കും. ചിലത് നമ്മൾ വാട്ടറിലെല്ലാം റിയാക്ഷൻ നടത്തുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു സോൾവെൻറ്റ് കൂടെയാണ്. അപ്പോൾ അവിടുത്തെ കളറ് റിയാക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും നഷ്ടപ്പെടും. കാരണം എന്താണ്? ആൽക്കീനുമായിട്ടുള്ള റിയാക്ഷൻ അങ്ങനെയാണ്. ഇനിഷ്യലി ഉള്ള കളർ ടു കളർലെസ് ആവും. സോ ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ടു ഡിറ്റക്റ്റ് അൺസാച്ചുറേഷൻ എന്ന് നമുക്ക് പറയാം. ആൽക്കൈൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ്? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് കളർലെസ് ആയിരിക്കും. വിസിനൽ ഡൈബ്രോമൈഡ് കളർലെസ് ആയിരിക്കും. ഇനി സെൻറ്റൻസ് നോക്കിയേ. സെൻറ്റൻസ് നോക്കിയേ. അഡീഷൻ ഓഫ് ബ്രോമിൻ ഇൻ CCl4 പറഞ്ഞു തന്നെ ടു ആൻ ആൽക്കീൻ റിസൾട്ടിങ് ഇൻ ഡിസ്ചാർജ് ഓഫ് റെഡിഷ് ബ്രൗൺ കളർ ഓഫ് ബ്രോമിൻ. അതായത് റെഡിഷ് ബ്രൗൺ കളർ ഓഫ് ബ്രോമിൻ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഇൻ എ മോളിക്യൂൾ. ഡബിൾ ബോണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? വിസിനൽ ഡൈബ്രോമൈഡ് ഫോം ചെയ്യും, വിച്ച് ആർ കളർലെസ്. മനസ്സിലായോ? വിസിനൽ ഡൈബ്രോമൈഡ് കളർലെസ് ആയിരിക്കും. ഇനിഷ്യലി കളറ് ബ്രോമിൻ്റെ കളറ് നഷ്ടപ്പെടും. എഴുതി വെച്ചോ. അഡീഷൻ ഓഫ് ഹാലജൻ. അപ്പം വിസിനൽ ഡൈബ്രോമൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ ഇതാണ് പഠിക്കുന്നത്. അപ്പോൾ വിസിനൽ ഡൈബ്രോമൈഡ് വെച്ച് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ റിയാക്ഷൻ ഏതാണ്? ബ്രോമിനിൽ കാർബൺ ടെട്രാക്ലോറൈഡ്. എന്താണ് അതിന്? അല്ല പറ, അർജുൻ്റെ എന്തെങ്കിലും കാര്യമാണോ? മനസ്സിലായി? റിയാക്ഷൻ എന്തിനുള്ളതാണ്? ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം സാറാ? റെഡിഷ് ഓറഞ്ച് കളർ ടു കളർലെസ്സാണ്. ഓക്കെ. അപ്പം ഇനി നമ്മളിവിടെ എടുക്കുന്നത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരാളെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെഡിഷ് ബ്രൗൺ കളറായിട്ടിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, ഇതേപോലെ റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ ഏത് റിയാജൻറ്റ് എടുക്കുമ്പോഴാണ് കളർലെസ് കിട്ടുന്നത്? അപ്പോൾ ഓപ്ഷനിൽ ഒരു ആൽക്കെയിൻ കാണും, 2-3 ആൽക്കെയിൻ കാണും, ഒരാൾ മാത്രം ആൽക്കീൻ ആയിരിക്കും. ആ ആൽക്കീൻ ആയിരിക്കുമല്ലോ നമ്മുടെ ആൻസർ. എഴുതിക്കോ. ഞാൻ ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് വേഗം എഴുതുക, ഷോർട്ടൊക്കെ എഴുതാം. ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ CCl4. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ റിയാക്ഷൻ? പല രീതി ചോദിക്കാം. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ ഒന്ന് റിയാക്ഷൻ എത്തിയിട്ട് അത് നിങ്ങൾക്ക് റിയാക്ഷൻ പഠിക്കുന്നത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതൊക്കെ ഒന്ന് മനസ്സിലായിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമെന്ന് പറ്റും. കുറച്ച് റിയാക്ഷൻ കൂടെ ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് MCQയും ചെയ്യാം, അല്ലാത്ത ക്വസ്റ്റ്യൻസ്. ബ്രോമിൻ ഇൻ CCl4 ഗീവ്സ് വിസിനല്ല, എന്നാൽ ഷോർട്ടാക്കി VIC എന്ന് എഴുതാം കേട്ടോ. വിസ് ഡൈബ്രോമൈഡ്. During this reaction, reddish brown color of bromine loss and it becomes colorless. അപ്പോൾ കളർലെസ് ആരാ? പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് കളർലെസ് ആവുന്നത്. ഓക്കെ, അവിടെ ഒരു പോയിൻറ്റും കൂടെ എഴുതി വയ്ക്കുക. സ്റ്റാർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ദിസ് ഈസ് എ മെത്തേഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഡബിൾ ബോണ്ട്. in a molecule. ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. മനസ്സിലായല്ലോ? എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ക്യാപിറ്റൽ ലെറ്റർ കയറി വരുന്നത്? ഈ എം ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? നിങ്ങൾ കൊച്ചിലേ പഠിക്കുന്നതല്ലേ? ഓക്കെ, റിയാക്ഷൻ ഇത് വെച്ചോ കേട്ടോ. ഈ റിയാക്ഷൻ
പേജിൻ്റെ അപ്പുറത്ത് വരുമോ? ഇല്ലല്ലേ? ഇത് ഭയങ്കര എന്താണ് ഈ റിയാക്ഷൻ എഴുതാ. അവിടെ കളർ റെഡിഷ് ബ്രൗൺ കളറും കളർലെസ് ആവുന്നു അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം ടെക്സ്റ്റ് ബുക്കിൽ. ഡിറ്റക്ഷൻ ഓഫ് ഡബിൾ ബോണ്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്കും വായിക്കണം. റിയാക്ഷൻ മനസ്സിലായോ? രണ്ട് റിയാക്ഷനാണ് പറഞ്ഞതല്ലേ എത്ര നേരമായിട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നെയിം റിയാക്ഷനിലേക്ക് നമ്മൾ പോകണം. ഒരു മിനിറ്റ്, വെള്ളം കുടിച്ചു. നമ്മുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ആൽക്കഹോളിൽ നിന്നുള്ള കുറച്ച് പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചു അല്ലേ? ഹൈഡ്രോ കാർബണിൽ നിന്ന് പഠിച്ചു. ഹൈഡ്രോ കാർബണിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫ്രീ റാഡിക്കൽ മെക്കാനിസം, രണ്ടാമത്തെ എന്താണ് മാർക്കോനിക്കോവ്സ് റൂൾ വരുന്ന അഡീഷൻ. അടുത്ത അഡീഷൻ വന്നത് ഈ ബ്രോമിനിൻ കാർബൺ ടെട്രാക്ലോറൈഡ്. ഇവിടെയൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തരുമ്പോഴേക്കും വ്യത്യാസമാണ്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഏത് റിയേജൻ്റാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഓരോന്നിനകത്ത് ഏത് റിയേജൻ്റാണ് പറയുന്നത്? ഹീറ്റ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് എന്നൊക്കെ കൊടുക്കുവാണ്, യു വി റേഡിയേഷൻ എന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഫ്രീ റാഡിക്കലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രോമിനിൻ CCl4 എന്ന് പറഞ്ഞാൽ വേറൊരു റിയാക്ഷനും ഇല്ല, ബിസിനൽ ഡൈബ്രോമൈഡ് എന്ന് മനസ്സിലാക്കാം. റിയേജൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മുടെ റിയാക്ഷനാണ്, ഫസ്റ്റ് നെയിം റിയാക്ഷനാണ് നമ്മൾ പഠിക്കുന്ന അടിപൊളി റിയാക്ഷൻ, ഫിംഗൽ സ്റ്റെയിൻ റിയാക്ഷൻ. അത് നിങ്ങൾ ഈ പേരൊന്ന് തലയിലേക്ക് കയറ്റുക, ഫിംഗൽ സ്റ്റെയിൻ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ +2 ഫസ്റ്റ് നെയിം റിയാക്ഷൻ്റെ പേര്, ഫസ്റ്റ് റിയാക്ഷൻ്റെ പേര് ഫിംഗൽ സ്റ്റെയിൻ. ഫസ്റ്റ് റിയാക്ഷൻ ഫിംഗൽ സ്റ്റെയിൻ. സിമ്പിളൊരു റിയാക്ഷനാണ്, ഒരു കാര്യമൊന്നുമില്ല. നോക്കാം, ഹെഡിങ് ഈ ഹാലജൻ എക്സ്ചേഞ്ച് ഒന്നും കൊടുക്കണമെന്നില്ല. ഫിംഗൽ സ്റ്റെയിൻ റിയാക്ഷൻ കൊടുത്തോട്ടാ. നടക്കുന്ന സംഭവം ഹാലജൻ എക്സ്ചേഞ്ച് ആണ്. ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഇരിക്കും, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി എഴുതാം. എന്താ നോട്ടല്ലേ, ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ അണ്ടർലൈനൊക്കെ ചെയ്യാം. ഫിംഗൽ സ്റ്റെയിൻ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോ, തെറ്റിച്ചെഴുതണ്ട. നെയിം റിയാക്ഷൻ എന്താ പ്രത്യേകത എന്നറിയാമോ? നെയിം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ടൊരു കണ്ടീഷൻസും കാര്യങ്ങളും കാറ്റലിസ്റ്റും എല്ലാം കാണും. അതെപ്പോഴും എക്സാമിനും ചോദിക്കുന്നതായിരിക്കും. പ്രത്യേകം ഉള്ളൊരു റിയാക്ഷൻ ആയിരിക്കും അത്. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഫോം ചെയ്യുന്നത് ലൈക്കോഡും പോലെ ഇവിടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്ലോറിനോ ബ്രോമിനോ അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ലോറിനോ ബ്രോമിനോ ഒന്നുമല്ല, അയഡോ ആൽക്കൈൽ ആണ് ഫോം ചെയ്യുന്നത്. ആൽക്കൈൽ അയഡൈഡ് എന്ന് പറയാം. ആൽക്കൈൽ അയഡൈഡാണ് ഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യം ആൽക്കൈൽ അയഡൈഡാണ്. ഇപ്പോൾ എക്സാമ്പിൾ CH3I അങ്ങനെയുള്ള ആൾക്കാർ CH3I ഫോം ചെയ്തു, അല്ലെങ്കിൽ CH3CH2I എന്നൊക്കെ പറയുന്ന അയഡിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ്റെ പ്രിപ്പറേഷനാണ് ഈ റിയാക്ഷൻ. ഇത്ര ഓക്കെ അല്ലേ? അയഡിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ് ആരും ഫിംഗൽ സ്റ്റെയിൻ റിയാക്ഷൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം റിവേഴ്സായിട്ട് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരു അയഡിൻ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആൾ അയഡിനുള്ളതാകണ്ടേ? ആയഡിൻ കിട്ടണമെങ്കിൽ അയഡിൻ ആഡ് ചെയ്യണം അല്ലേ? നമ്മുടെ റിയേജൻ്റായിട്ട് ആഡ് ചെയ്യണം. വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കും, വേഗം കുടിക്കും. അപ്പം ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആൾ സോഡിയം അയഡൈഡ്, NaI. ആരാണ്? സോഡിയം അയഡൈഡ്. ഓക്കെ, അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. ഈ ഒന്നെങ്കിൽ ഇത് ആരാവാം, ക്ലോറിനാവാം, ബ്രോമിനാവാം. അപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. CH3Cl എടുത്തു എന്ന് വിചാരിക്കാം. CH3Cl നിന്ന് നമ്മൾ ആരായിട്ട് കൺവേർട്ട് ചെയ്തു? CH3I ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഇവിടുത്തെ ഹാലജനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു അല്ലേ? എക്സ്ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഹാലജനെ ഒന്ന് ക്ലോറിൻ മാറ്റിയിട്ട് അയഡിൻ വന്നു. അപ്പം ഈ റിയാക്ഷൻ്റെ പ്രത്യേകത അതാണ്. ഇവിടെ ഒരു ഹാലജൻ ഒരാൾ മാറിയിട്ട് അടുത്ത ഹാലജനായിട്ട് വരും. ഈ ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് പറയാൻ കാര്യം, ഇവിടുത്തെ ഹാലജൻ അയഡിൻ അല്ലേ, ഈ ഹാലജനുമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യണത്. ഈ സോഡിയത്തിൻ്റെ കൂടെ ആദ്യം അയഡിൻ അല്ലേ, റിയാക്ഷൻ കഴിയുമ്പോഴേക്കും ഇവിടെ എടുത്ത ആളായിരിക്കും സോഡിയത്തിൻ്റെ കൂടെ. മനസ്സിലായോ? നോക്കൂ, റിയാക്ഷൻ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. RX എന്നുള്ളത് RI ആയിട്ട് മാറും, NaI എന്നുള്ളത് NaX ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് അല്ലേ, ആദ്യമേ
ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹാലജൻ ആരുടെ കൂടെ പോയി? സോഡിയത്തിൻ്റെ കൂടെയും. സോഡിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയഡിൻ ആരുടെ കൂടെ പോയി? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ആറിൻ്റെ കൂടെയും പോയി. അതായത് ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആൽക്കൈൽ ക്ലോറൈഡോ ബ്രോമൈഡോ എടുക്കുന്നു. റിയാക്ഷൻ വിത്ത് സോഡിയം അയഡൈഡ്. സോഡിയം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൽക്കൈൽ അയഡൈഡ് കിട്ടുന്നു. മനസ്സിലായോ? ആൽക്കൈൽ അയഡൈഡ് കിട്ടുന്നു. കൂടെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാ മിച്ചമുള്ളത്? ഒരു ആറൈ ഫോം ചെയ്ത് ആരാ മിച്ചമുള്ളത്? എക്സും എൻ ഐയും ആണ് മിച്ചമുള്ളത്. ആ എൻ ഐ എക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഉണ്ടോ? ആറും അയും കൂടെ കമ്പൈൻ ചെയ്ത് ആൽക്കൈഡ് അയഡൈഡ് ഫോം ചെയ്ത് പിന്നെ മിച്ചമുള്ളത് ആരാ? രണ്ടുപേരും അല്ലേ? അതാണിത്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സോഡിയം അയഡൈഡിനെ ഒരു സോൾവെൻറ്റ് നമ്മൾ എടുക്കുന്നു. ഡ്രൈ അസറ്റോൺ എന്നാണ് എടുക്കുന്നത് കേട്ടോ. ഡ്രൈ അസറ്റോൺ എന്ന് പറഞ്ഞൊരു സോൾവെൻ്റ് ആണ്. നേരത്തെ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സോൾവെൻ്റ് എടുക്കുന്നത് അതാണ്. നോക്കൂ, ആൽക്കൈൽ അയഡൈഡ് ആർ പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ആൽക്കൈൽ ബ്രോമൈഡ് വിത്ത് എന്താണ്? സോഡിയം അയഡൈഡ് ഇൻ ഡ്രൈ അസറ്റോൺ. ഈ റിയാക്ഷൻ്റെ പേരാണ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. അപ്പോൾ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ആൽക്കൈൽ അയഡൈഡ് ആയിരിക്കും. ആൽക്കൈൽ അയഡൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് ലോജിക്കലി ആലോചിക്കാം. നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻറ്റിനകത്തൊരു അയഡിൻ കണ്ടെയ്നിങ് ആയിരിക്കും. അപ്പോൾ എന്താണ്? സോഡിയം അയഡൈഡ് ആണ് എടുക്കുന്നത്. സോഡിയം അയഡൈഡ് ഇൻ ഡ്രൈ അസറ്റോൺ. എടുത്തിക്കോ. ഇത്രേ ഉള്ളൂ റിയാക്ഷൻ കേട്ടോ. സിമ്പിൾ റിയാക്ഷൻ. തിരിഞ്ഞിരിക്കണം. എന്ത് പറ്റി? ടെക്സ്റ്റ് എല്ലാം കൂടെ പറ്റുന്നില്ലല്ലേ സാധനം. യൂസ്ഡ് ടു പ്രിപ്പയർ. സിമ്പിളാണ്. ഒരു പോയിൻ്റ് ഇട്ട് എടുത്താലും മതി. യൂസ്ഡ് ടു പ്രിപ്പയർ ആൽക്കൈൽ അയഡൈഡ്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. യൂസ്ഡ് ടു പ്രിപ്പയർ ആൽക്കൈൽ അയഡൈഡ്. ബ്രാക്കറ്റ് വേണേൽ RI എന്ന് കൊടുത്തോ. നമുക്കറിയാമെങ്കിൽ കൊടുക്കണ്ട. എഴുതിയല്ലേ? എന്ത് പ്രിപ്പയർ ആൽക്കൈൽ അയഡൈഡ്. അപ്പോൾ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ കേട്ടാൽ എന്ത് വിചാരിക്കണം? ആൽക്കൈൽ അയഡൈഡ് ആണ് പ്രൊഡക്റ്റ്. ആൽക്കൈൽ അയഡൈഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സോഡിയം അയഡൈഡ് ആണ്, ഡ്രൈ അസറ്റോൺ ആണ്. ഇതൊക്കെ അത്ര ഓർത്താൽ മതി. ഇത്രേ ഉള്ളൂ ഈ റിയാക്ഷൻ. എഴുതുക. ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ ബ്രോമൈഡ്സ്. അടുത്ത പോയിൻ്റായിട്ട് വേണം എഴുതാം. പോയിൻ്റായിട്ട് എഴുതുന്നതല്ല നല്ലത്, കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് തോന്നും കാണുന്നത്. ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ ബ്രോമൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് NaI അറിയത്തില്ലെങ്കിൽ സോഡിയം അയഡൈഡ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ്സ് വിത്ത് NaI, സോഡിയം അയഡൈഡ് ആണ്, ഇൻ ഡ്രൈ അസറ്റോൺ. സോഡിയം അയഡൈഡ് എന്ന് അറിയില്ലെങ്കിൽ കൊടുക്കാം. NaI എല്ലാവർക്കും അറിയാം കേട്ടോ. നാളെ ഞാൻ ചോദിക്കുന്നു, കേട്ടാൽ മതി. ഒരെണ്ണം പോലും എഴുതിയിട്ടില്ല ബ്രാക്കറ്റിൽ. ആ, വെരി ഗുഡ്. അറിയത്തില്ല എഴുതി വയ്ക്കണം. നമ്മളിന്ന് ഇപ്പം ഈ ദിവസം കൊണ്ട് ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാം ഇപ്പോഴാ ഡിസംബറിലല്ലേ. നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരണം നിർബന്ധമില്ല. ചിലതൊക്കെ മറന്നു പോകും. നല്ല നോട്ട്. ഡ്രൈ അസറ്റോൺ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ജനറലി നമുക്ക് ഈ റിയാക്ഷൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. RX + Na. ഈ ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് ഇവിടെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ആദ്യം ആറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹാലജൻ റിയാക്ഷന് ശേഷം എവിടെയായിരിക്കും? ആറിൻ്റെ കൂടെയുള്ള ഹാലജൻ സോഡിയത്തിൻ്റെ കൂടെയും സോഡിയത്തിൻ്റെ കൂടെയുള്ള ഹാലജൻ ആറിൻ്റെ കൂടെയും. അപ്പോൾ ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷൻ എഴുതിക്കോളൂ. ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ നമുക്കൊരു എക്സാമ്പിൾ കൂടെ എഴുതിയിരിക്കും. RX + NaI. RX ഇവിടെ എക്സ് അത് ഓക്കെ സോറി. NaI gives RI + NaX. അല്ല, നിങ്ങളൊരു പണി ചെയ്യും. ഒരു പേനയിൽ തന്നെ 5 കളറൊക്കെ വരുന്നുണ്ടല്ലോ. എനിക്കറിയത്തില്ല നല്ലതാണോ. അതാകുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും. അതുകൊണ്ട് ദൈവമേ, ഒരു ചാക്ക് സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെ അല്ലേ. എടാ, ഇത് I ആണ്. NaI എല്ലാം. ഒരു എക്സാമ്പിൾ എഴുതിക്കോ. അങ്ങനെ ക്ലിയർ ചെയ്യുന്ന വേറെ വല്ല രീതിയിലും ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഞാനൊരു റിയാക്ഷൻ എഴുതാം. നിങ്ങളതിൻ്റെ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം.
ഇതോടെ സീക്രട്ട് എഴുത്. CH3 CH2 CH2 Br plus NaI. ഒന്നും നോക്കട്ടെ, കണ്ണുടച്ച് ഹാലജൻ എക്സ്ചേഞ്ച് അങ്ങ് ചെയ്താൽ മതി. എന്തു ഈ ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്രോമിൻ മാറ്റി ആയഡിനാക്കുക, ആയഡിൻ മാറ്റി ബ്രോമിനാക്കുക. കിട്ടിയില്ലേ? പേരെന്താ? പ്രൊഡക്റ്റിൻ്റെ പേര്. ഓക്കെ, റിയാക്റ്റിൻ്റെ പേരെന്തുവാ? ബ്രോമോ പ്രൊപ്പെയിൻ ആരായിട്ട് മാറി? അയഡോ പ്രൊപ്പെയിനായിട്ട് മാറി. സിമ്പിൾ റിയാക്ഷൻ അല്ലേ? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. അടുത്ത റിയാക്ഷനിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഒരു ഇതുപോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള റിയാക്ഷനാണ്. ഈ ഹാലജൻ എക്സ്ചേഞ്ച് പോലെ തന്നെ ഇരിക്കും. പേര് സ്വാർട്സ് റിയാക്ഷൻ. കണ്ടോ? സ്വാർട്സ് റിയാക്ഷൻ. സെയിം ഹെഡിങ്ങിൽ വരുന്ന ഹാലജൻ എക്സ്ചേഞ്ച് ആണ്, സെയിം സംഭവം തന്നെയാണ് സ്വാർട്സ് റിയാക്ഷൻ. അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തോ. അപ്പോൾ സെക്കൻഡ് റിയാക്ഷനാണ് സ്വാർട്സ്. ഫസ്റ്റ് എഫ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫിംഗൽസ്റ്റെയിൻ, സെക്കൻഡ് സ്വാർട്സ്. അങ്ങനെയൊക്കെ വേണേൽ ഓർത്തിരിക്കാം. ഇതേ പോണു പേന പോണു. ഇത് ക്യാപ്പൊന്നും ഇല്ലേ? അവിടെ കിടക്കട്ടെ അല്ലേ? എല്ലാം തൂത്തുവരെ വീട്ടിൽ കൊണ്ടുകൊടുക്കും. സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. സാർ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ റിയാക്ഷൻ കണ്ടിട്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാണാമോ? നോക്കും. ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു ഫ്ലൂറിൻ കണ്ടെയ്നിങ് ഒരു കോമ്പൗണ്ട്. അതിപ്പം നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഡിഫൈൻ ചെയ്ത് തരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? Agയിലേക്ക്, ഈ ബ്രോമിൻ Agയിലേക്ക് പോകും അല്ലേ? അവിടെ ആ പേനോട് വരയ്ക്കല്ലേ? ആ, എന്താ സംഭവിച്ചത്? അതും പോയാ? ആ ശരി, ആ കാലം പോയി. സ്കെയിലല്ലേ? ഓക്കെ. ഇവിടുത്തെ ഹാലജൻ AgBr ആയിട്ട് പോകുന്നു അല്ലേ? ഈ ബ്രോമിന് പകരം ഇവിടെ ആര് വരും? ഇവിടെ ഒരു ഒന്നും ഇല്ലടാ, നേരത്തെ പോലെ കണ്ടില്ലേ മോള്? കാണാവോ? ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ബ്രോമിൻ Agയുമായിട്ട് കമ്പൈൻ ചെയ്ത് AgBr ഫോം ചെയ്തു, നമ്മുടെ ബൈ പ്രൊഡക്റ്റ്. ഇനി ഈ ഫ്ലൂറിൻ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്നു. അതായത് നമ്മൾ ഫ്ലൂറിൻ കണ്ടെയ്നിങ് ഒരു ആളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൽക്കൈൽ ഫ്ലൂറൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് സ്വാർട്സ് റിയാക്ഷൻ. എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ, ഞാനല്ലേ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൽക്കൈൽ ഫ്ലൂറൈഡ്, ആൽക്കൈൽ അയഡൈഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫിംഗൽസ്റ്റെയിൻ, ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷനിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളിവിടെ എടുക്കുന്ന ഒരു ഫ്ലൂറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇതിപ്പം ഈ പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 4 പേരിൽ ആരും ആകാം. നോക്കിയേ, ആൽക്കൈൽ ബ്രോമിഡ് എടുക്കണം, അത് കൺഫേം ആണ്. ഇവിടെ ക്ലോറിനോ മറ്റ് ആൾക്കാരോ ഒന്നും പാടില്ല, ആൽക്കൈൽ ബ്രോമൈഡ് തന്നെ എടുക്കണം. പക്ഷേ ഈ ഫ്ലൂറിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലൂറിൻ വേണ്ട പ്രൊഡക്റ്റായിട്ട് വരുമ്പോഴേക്കും ഫ്ലൂറിൻ മെറ്റൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു റിയേജൻറ്റ് വേണം. ആ റിയേജൻ്റായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് AgF ആരാ? സിൽവർ കണ്ടെയ്നിങ്, അതായത് സിൽവർ ഫ്ലൂറൈഡ്. രണ്ടാമത്തെ നോക്കിയേ, Hg ആരാ? മെർക്യൂരിയസ് ഫ്ലൂറൈഡ്. ആ പേര് നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾ ഈ ആൾക്കാരെയൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷൻ തന്നെയാണ്. ഇൻ കേസ് AgF മാറിയിട്ട് ഇവിടെ COF2 എന്ന് കണ്ടാലും റിയാക്ഷൻ അത് തന്നെയാണ്, സ്വാർട്സ് തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. SB ആരാ? ആൻറ്റിമണി. അപ്പം ഈ പറഞ്ഞ ഫ്ലൂറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആര് തന്നെ വന്നാലും നമ്മുടെ റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷനാണ്. ഓക്കെ, റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2 പേജിലായിട്ട് കിടക്കണം, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു 3 പേജും കൂടെ ഉണ്ട്. The synthesis of alkyl fluorides is best accomplished by heating an alkyl chloride or bromide എടുക്കാം. ഇവിടെ ഒരെണ്ണം കാണിച്ചിട്ടുള്ളൂ, ആൽക്കൈൽ ബ്രോമൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റാലിക് ഫ്ലൂറൈഡ്. ഇതാണ് ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ സിന്തസിസ് ആണ്. ആൽക്കൈൽ ഫ്ലൂറൈഡ് സിന്തസിസ് ചെയ്യുന്നു എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമുക്കിവിടെ ആൽക്കൈൽ ക്ലോറൈഡ് എടുക്കാം, പിന്നെ ബ്രോമൈഡ് എടുക്കാം ഇൻ പ്രസൻസ് ഓഫ് മെറ്റാലിക്. ഈ മെറ്റാലിക് ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഫ്ലൂറിൻ കിട്ടണം അല്ലേ? പ്രൊഡക്റ്റിനകത്ത് ഒരു ഫ്ലൂറിൻ ആരെങ്കിലും നമുക്കൊന്ന് തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ 4 പേരിൽ ആരെങ്കിലും എടുത്താൽ മതി. AgF Hg എഴുതാമല്ലോ. റിയാക്ഷൻ നേരത്തെ പോലെ തന്നെ സിമ്പിളാണ്, എടുത്തു വെച്ചോളൂ. സ്വാർട്സ് റിയാക്ഷൻ, ഇവിടെയും ഹാലജൻ എക്സ്ചേഞ്ച് തന്നെയാണ് ഈ ഒരേ ഹെഡിങ്ങിൽ വരുന്നത് കേട്ടോ. ഹാലജൻ എക്സ്ചേഞ്ച് യൂസ്ഡ് ടു പ്രിപ്പയർ, നേരത്തെ എഴുതി അതേപോലെ യൂസ്ഡ് ടു പ്രിപ്പയർ ആൽക്കൈൽ
പറഞ്ഞോ. ആൽക്കൈൽ ക്ലോറൈഡ്. അയ്യോ, ഞാനിത് എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയില്ലേ? എഴുതിയായിരുന്നോ? ഞാൻ നോക്കിയില്ല. എല്ലാവരും എഴുതിയില്ലേ? ഓ, സിമ്പിൾ റിയാക്ഷൻ ആണ്, നോക്കിയില്ല. പക്ഷേ നോക്കോളൂ. ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ്. ആൽക്കൈൽ ക്ലോറൈഡ് അടുത്ത പോയിൻ്റായിട്ട് വേണം എഴുതാം. ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഓൺ ഹീറ്റിംഗ് in the presence of മെറ്റാലിക് ഫ്ലൂറൈഡ്. അപ്പോൾ മെറ്റാലിക് ഫ്ലൂറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഏജിയും കൊബാൾട്ടും ആൻറ്റിമണി ഒക്കെ ആരാണ്? മെറ്റലാണ്. മെറ്റാലിക് ഫ്ലൂറൈഡുകളാണ്. മെറ്റാലിക് ഫ്ലൂറൈഡ് സച്ചസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ നോക്കൂ. ആരൊക്കെയാണ്? AgF, സിൽവർ, അതൊരു മെറ്റാലിക് ഫ്ലൂറൈഡാണ്. മെർക്കുറി, AgF, Hg2, CO, കൊബാൾട്ട്, ഇതൊക്കെ അറിയാമല്ലോ ആൾക്കാരെ. കൊബാൾട്ട്, ആൻറ്റിമണി, ഇതിലേത് മെറ്റാലിക് ഫ്ലൂറൈഡ് എടുത്താലും റിയാക്ഷൻ തന്നെ. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് AgF തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. മറ്റു ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. റിയാക്ഷൻ പലപ്പോഴും AgF തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇനിയിപ്പം Hg2F2 കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് റിയാക്ഷൻ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ വേണ്ടിയിട്ട് ബാക്കിയുള്ള എക്സാമ്പിൾ നോക്കും. ദിസ് റിയാക്ഷൻ ഈസ് ടേൺഡ് ആസ് സ്വാർട്സ് റിയാക്ഷൻ. കുറച്ചുകൂടെ സമയം കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് റിയാക്ഷൻ കണ്ടുകൊണ്ട് മനസ്സിലാകുമ്പോഴേക്കും പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. കമ്മിങ് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് ടേൺഡ് ആസ് സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എഴുതിക്കോളൂ. CH3Br + AgF gives. ഇവിടെ വേറെ ഒന്നും എഴുതണ്ട, AgF എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. CH3Br + AgF gives. എന്നെ പറ്റി പേനയാണ് കൺഫ്യൂഷൻ. ഏത് കളറ്? സാറ് റഫ് ബുക്ക് ആയതുകൊണ്ട് കളറൊന്നും ഇന്ന് വേണ്ടെന്ന് വെച്ചല്ലേ. AgF gives CH3F gives CH3F എഴുതും + AgBr. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രിപ്പറേഷനൊക്കെ ആൽക്കൈൽ ഹാലൈഡ്, അതായത് സ്ട്രെയിറ്റ് ചെയിൻ ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കുമ്പോഴേക്കും റിംഗ് സിസ്റ്റത്തിൽ വരുന്ന, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഇരിക്കുന്ന റിംഗ് സിസ്റ്റത്തിൽ വരുന്ന അറൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷനാണ് നോക്കാൻ പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറൈൻസ് അല്ലെങ്കിൽ അറൈൽ ഹാലൈഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് 2-3 റിയാക്ഷൻ പഠിക്കാനുണ്ട്. അതോടുകൂടി പ്രിപ്പറേഷൻ തീരും. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പം ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ 2-3 മെത്തേഡ് കഴിഞ്ഞു. പല ഹെഡിങ്ങിൽ പഠിച്ചു. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറൈൻസ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. ആ ഹെഡിങ് നിങ്ങൾ കൊടുത്തു തന്നെ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഇതാക്കി കൊടുത്തു. ഹാലോ ഓക്കെ. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറൈൻസ് അതേപോലെ തന്നെ കൊടുത്തു. സിമിലറായിട്ടിരിക്കട്ടെ. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് നീ ആബ്സെൻ്റ് ആവരുത് കേട്ടോ മോളെ. എന്ത് പറ്റി? പനിയായിരുന്നോ? മാറിയോ നന്നായിട്ട്? പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറൈൻസ്. മിണ്ടാതിരിക്കും എന്നത് ഒന്നും മിണ്ടത്തില്ല. ഈ അഭിഷേക് സൈലൻ്റ് ആണോ? ഒക്കെ ജാനകി അല്ലേ? ഹെഡിങ് ആണ്. നമുക്ക് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എഴുതാം. ആദ്യമേ നമുക്ക് എത്ര എണ്ണം പഠിക്കാനുണ്ടെന്നൊന്ന് നോക്കിയേക്കാം അല്ലേ? അതല്ലേ നല്ല. അതൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം. 2 ഉള്ളോ 3 ഉള്ളോ. ഫ്രം ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ഒരെണ്ണം പഠിക്കാനുണ്ട്. ഫ്രം അമീൻസ് എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. 2 ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? 2 റിയാക്ഷനേ ഉള്ളല്ലോ. ഈ 2 റിയാക്ഷനും കൂടെ എങ്ങനെയും പറയണം. നിങ്ങൾ
ഫസ്റ്റ് ആൻഡ് സീരിയസ് ആയിട്ട് നോക്കാം. ശ്രദ്ധിച്ചേ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ലേണിൽ പഠിച്ചതായിരിക്കണം. ഇലക്ട്രോഫിലിക് ഷോർട്ടാക്കി പറഞ്ഞാൽ ഏറ്റവും മിനിമം ആയിട്ട് എങ്ങനെ പറയാം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു അല്ലേ? ഇപ്പം ഈ ഒരു ഏതെങ്കിലും ഒരു ആറ്റം മാറിയിട്ട് അടുത്തൊരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വരുന്നു അല്ലേ? അതല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴേക്കും ഈ ഒരു ഇലക്ട്രോഫൈലാണ് ആ റിയാക്ഷൻ ഇനി തുടങ്ങി വെക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോഫൈലിൻ്റെ പ്രസൻസ് കൊണ്ടാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിലാണ് നമ്മൾ ആ ടൈപ്പ് റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ ഇലക്ട്രോഫൈൽ എന്തായാലും പ്രസൻ്റ് ആയിരിക്കണം. അതേപോലെ ആ റിയാക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ വന്നിരിക്കുക, അവിടെ വരുന്ന വേറൊരു ആറ്റത്തെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുക. അങ്ങനെ ആയിരിക്കും റിയാക്ഷൻ. ഒന്നും മനസ്സിലായില്ലെന്ന് അറിയാം, നോക്കാം, റിയാക്ഷനിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു റിയാക്ഷൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അറിയണം എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഹാലജൻ കണ്ടെയ്നിങ് ഒരു ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ട് ഒരു ബെൻസീൻ റിംഗ് സിസ്റ്റം, അതായത് ഹാലോ അറിയാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന സംഭവം എന്തായിരിക്കും? ഒരു ബെൻസീൻ റിംഗ് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരിക്കും, ഒരു അരോമാറ്റിക് സിസ്റ്റം ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ CH3 വരുന്നത് ടൊളുവീൻ. കേട്ടിട്ടില്ലേ? ടൊളുവീൻ. കേട്ടോ ഇത് പേരല്ലേ? ടൊളുവീൻ. ഓക്കെ, നമ്മൾ ടൊളുവീൻ എടുത്തു ഓൺ റിയാക്ഷൻ വിത്ത് നോക്കിയേ ക്ലോറിൻ ഓർ ബ്രോമിൻ X2. നമുക്കൊന്നെങ്കിൽ ഇവിടെ Cl2 എടുക്കാം, അല്ലെങ്കിൽ Br2 എടുക്കാം. 2 ഹാലജൻ എടുക്കാം. അപ്പം ടൊളുവീൻ ഓൺ റിയാക്ഷൻ വിത്ത് എന്താണ്? ഒരു ഹാലജൻ എടുത്തു ഓൺ റിയാക്ഷൻ വിത്ത്. നമുക്ക് റിയാക്ഷൻ റിയേജൻ്റ് ആരാ? വേറെ ആൾക്കാരാണ് ആഡ് ചെയ്യുന്നത്. അയേൺ ആണ് നമ്മുടെ ഇവിടുത്തെ കാറ്റലിസ്റ്റ്. Fe അയേൺ ഇൻ ഡാർക്ക്. അതായത് എന്താ? ലൈറ്റിൻ്റെ പ്രസൻസിലല്ല നമ്മുടെ റിയാക്ഷൻ, ഡാർക്ക്. ഇതൊക്കെ നമ്മൾ വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ റിയാക്ഷനിൽ നമുക്കിത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ലൈറ്റിൻ്റെ പ്രസൻസ്, ഡാർക്ക് അല്ലെങ്കിൽ ഹീറ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, റിയാക്ഷൻ ടൊളുവീൻ ഓൺ റിയാക്ഷൻ വിത്ത് ആരാണ്? ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഒരു കാറ്റലിസ്റ്റ് ആരാണ്? അയേൺ ഇൻ ഡാർക്ക്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന നോക്കുക, ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാണ്? ഇലക്ട്രോഫൈൽ ഓഫ് കോഴ്സ് നമ്മുടെ ഹാലജനാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. നിങ്ങൾ കേട്ട് കാണും ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? പോസിറ്റീവ് ചാർജിനായിരിക്കുമല്ലോ ഇലക്ട്രോണിനെ. ഓക്കെ, ഇനി പോസിറ്റീവ് ചാർജ് അല്ലാത്ത ആൾക്കാർക്കും ഇലക്ട്രോഫൈൽ ആവാം. ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും ഇലക്ട്രോഫൈൽ ആവാം. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്? ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനിപ്പോൾ ഡിനോട്ട് ചെയ്യും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പോസിറ്റീവ് ചാർജ് ആവാം അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. ഇവർക്ക് എങ്ങോട്ടായിരിക്കും അട്രാക്ഷൻ? നെഗറ്റീവ് ചാർജുള്ള പോർഷനിലേക്കായിരിക്കും അട്രാക്ഷൻ. ഓക്കെ, ഇനി ഇലക്ട്രോഫൈൽ വന്നിട്ട് ഒരു പോർഷനിലേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു റിയാക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ഇവിടേക്ക് ഈ ഇലക്ട്രോഫൈലിന് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ കാർബൺ എന്തായിരിക്കണം? ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, എങ്കിലല്ലേ ഇലക്ട്രോഫൈൽ വരത്തുള്ളൂ. ഇലക്ട്രോൺ ഉണ്ട്, നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള ഏത് പോർഷനാണോ ആ പോർഷനിലേക്ക് ആര് വരും? ഇലക്ട്രോഫൈൽ വരും. ഇലക്ട്രോഫൈൽ അങ്ങനെയാണ്. അപ്പം ഇവിടെ നമ്മുടെ ബെൻസീൻ റിങ്ങിലെ 2 പോർഷൻ, ഒന്നെങ്കിൽ ഓർത്തോ അല്ലെങ്കിൽ പാര. ഓർത്തോയും പാരയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു നമ്മുടെ ഏതാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത് അതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ഓർത്തോ ഇതാണ്. പാര അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം ഓർത്തോ പൊസിഷനിലും പാര പൊസിഷനിലും ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്ത് വരുന്നു. അതായത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഇവിടെയുള്ളൊരു ഹൈഡ്രജൻ റിമൂവായിട്ട് അവിടെ ഒരു ഹാലജൻ വന്നിരിക്കുന്നു. ഉണ്ടോ? ഹൈഡ്രജൻ റിമൂവ് ആകുന്ന എന്താ പറഞ്ഞത്? ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ബെൻസീൻ റിംഗ് എങ്ങനെ ഇരിക്കുന്നത്? ബെൻസീൻ റിംഗ് നമുക്കൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വരയ്ക്കുവാണേ. ഇങ്ങനെയാണ് ബെൻസീൻ റിംഗ് അല്ലേ? അതായത് ഓൾട്ടർനേറ്റ്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇത്ര ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളോ? കാർബണിന് 4 ബോണ്ട് ആയോ? ഇല്ല. എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ ഇല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ് ഞാൻ ഈ പടമൊക്കെ പിന്നെ വരയ്ക്കുന്നത്. എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർത്തോ പൊസിഷനിലെ ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ എങ്ങനെ ഇരിക്കും? ഇതാണ് നമ്മുടെ CH3. എന്തുകൊണ്ട് ഞാനിവിടെ CH3 എഴുതിയത്? ഹൈഡ്രജൻ മാറ്റിയിട്ടല്ലേ എഴുതിയത്? ഇതിലല്ലേ 4 ബോണ്ട് വരത്തുള്ളൂ.
ഇതാണ് നമ്മുടെ ടൊളുവീൻ എങ്കിൽ ടൊളുവീൻ്റെ ഓർത്തോ പൊസിഷൻ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലജൻ വന്നിരിക്കുന്നു. കണ്ടോ? ഇപ്പം ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ ഈ സ്ട്രക്ചർ വയ്ക്കുമ്പോഴേക്കും ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു ഹാലജൻ വന്നിരിക്കുന്നത്. അതേപോലെ ഈ റിയാക്ഷനിൽ പാരാ പ്രൊഡക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? പാരാ പൊസിഷനിലുള്ള ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹാലജൻ വന്നിരിക്കുമ്പോൾ എന്ത് കിട്ടും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അത് പാരാ പൊസിഷൻ. അപ്പം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതാണ് ഇവിടെ ഇതൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്കത് കാണുമ്പോഴേക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആരെ മാറ്റിയപ്പോൾ മനസ്സിലായോ? അവിടെ ഇരിക്കുന്ന ഹൈഡ്രജനാണ്. എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ വീതമുണ്ട്. ഫോർമുല നമുക്കറിയാലോ, C6H6 അല്ലേ? 6 കാർബണും ഉണ്ട്, 6 ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, ഈ റിയാക്ഷൻ ഇങ്ങനെ ഇരിക്കും. നോക്കിയോളൂ, ഇവിടുത്തെ ഹൈഡ്രജൻ മാറ്റി. ഇപ്പോൾ ഹൈഡ്രജൻ നമ്മൾ ഈ സ്ട്രക്ചറിൽ ഹൈഡ്രജൻ കാണിക്കുന്നില്ലല്ലോ. ഓർത്തോ ഹാലോട്ടൊളുവീനും പാരാ ഹാലോട്ടൊളുവീനും കിട്ടും. ഇനി ഇവിടുത്തെ പ്രത്യേകത 2 പ്രൊഡക്റ്റ് കിട്ടുമല്ലോ. 2 പ്രൊഡക്റ്റ് കിട്ടുമ്പോഴേക്കും നമ്മുടെ 2 പ്രൊഡക്റ്റിൻ്റെയും ഒരു മിക്സർ ആയിരിക്കും കിട്ടുന്നത്. മിക്സർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ നടക്കുന്നത്. പ്രൊഡക്റ്റൊക്കെ ആ ടെസ്റ്റ് ട്യൂബിൽ തന്നെ ആയിരിക്കും ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ തൈറൽ ക്ലോറൈഡിൻ്റെ റിയാക്ഷൻ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഗേഷ്യസ് ഫോമിലായിരുന്നു എസ്കേപ്പ് ആയെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ 2 പ്രൊഡക്റ്റ് നമ്മുടെ റിയാക്ഷൻ മിക്സറിൽ തന്നെ ഫോം ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കാരണം ഓർത്തോയുടെയും പാരയുടെയും ഡിഫറൻസ് ഉണ്ട്, മെൽറ്റിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. ഒക്കെ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഡിഫറൻസ് ഇൻ ദെയർ മെൽറ്റിംഗ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി റിയാക്ഷൻ ഒന്ന് വായിച്ച്. അറൈൽ ക്ലോറൈഡ്. ഈ അറൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിലെ ഒരു ക്ലോറിൻ, അറൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അറൈൽ ബ്രോമൈഡ് ബെൻസീൻ റിങ്ങിലെ ഒരു ബ്രോമൈഡ്. അത് ഫോം ചെയ്യുന്നു ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് അയേൺ, Fe ഇൻ ഡാർക്ക്. ലൈറ്റിൻ്റെ പ്രസൻസ് പാടില്ല. ഡാർക്കായിട്ടുള്ള റിയാക്ഷൻ കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ഓർത്തോ പ്രൊഡക്റ്റും ഒരു പാരാ പ്രൊഡക്റ്റും. അപ്പോൾ ഇവിടെ ഹൈഡ്രജനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇലക്ട്രോഫൈൽ വരുന്നത്. ഇലക്ട്രോഫൈൽ നിങ്ങളിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ഈ ഹാലജനാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. അത്ര നിങ്ങൾ ആലോചിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള റിയാക്ഷൻ വരുമ്പോഴേക്കും നമുക്കത് ഇലക്ട്രോഫൈലിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആണ് ഇത് സംഭവിച്ചത്. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടൊരു ഹാലജൻ വരുന്നു. ഇനി നോക്കൂ, ഓർത്തോ ആൻഡ് പാരാ isomers can be easily separated due to large difference in their melting point. മെൽറ്റിംഗ് പോയിന്റ് ഇപ്പം ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് രണ്ടിൻ്റെയും ഡിഫറൻസ് വലിയ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴേക്കും ആദ്യത്തത് മെൽറ്റ് ചെയ്യും, അത് സെപ്പറേറ്റ് ചെയ്യാം. മറ്റേത് മെൽറ്റ് ചെയ്യാതിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഹാലജൻ ക്ലോറിനോ ബ്രോമിനോ ആകാമെന്ന് പറഞ്ഞു. ഇനി അയഡിനാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കൂ, റിയാക്ഷൻ വിത്ത് അയഡിൻ ആണെങ്കിൽ അത് റിവേഴ്സിബിൾ നേച്ചറാണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രൊഡക്റ്റ് ഫോം ചെയ്ത് വീണ്ടും ആ റിയാക്റ്റൻ്റായിട്ട് മാറും. റിവേഴ്സിബിൾ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അയഡിനാണ് ഇവിടെ നമുക്ക് എടുക്കുന്നത്. ഫ്ലൂറിനോ ക്ലോറിനോ അല്ലാതെ അയഡിനാണ് എടുക്കുന്നതെങ്കിൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ റിയാക്ഷൻ റിവേഴ്സിബിൾ ആയാൽ നമുക്ക് പറ്റില്ല. റിയാക്ഷൻ നമുക്ക് നേരെ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് യൂസ് ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക് നൈട്രിക് ആസിഡ് HNO3 അല്ലെങ്കിൽ അയോഡിക് ആസിഡ് HiO4. ഒന്നുമില്ല, ക്ലോറിനും ബ്രോമിനും വെച്ചിട്ടുള്ള റിയാക്ഷൻ ഈസിലി നടക്കും. ആഡിൻ വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ ആ റിയാക്ഷൻ നടക്കും, പക്ഷെ ഉടനെ തന്നെ അത് റിവേഴ്സ് നടക്കും. അതായത് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു റിയേജൻറ്റിനും കൂടെ ആഡ് ചെയ്യേണ്ടി വരും അയഡിൻ കണ്ടെയ്നിങ് ആണെങ്കിൽ. അതേപോലെ നോക്കുമോ, ഫ്ലൂറോ കോമ്പൗണ്ട്സ് ആർ നോട്ട് പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ് ഡ്യൂ ടു ഹൈ റിയാക്ടിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്ലൂറിൻ കണ്ടെയ്നിങ് ആണെങ്കിൽ ഭയങ്കര റിയാക്ടിവിറ്റി ആയിരിക്കും. ഭയങ്കര റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മേ ബി എക്സ്പ്ലോഡ് ചെയ്യാൻ, പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻ ആയിരിക്കും. ഫ്ലൂറിനും റിയാക്ഷൻ നമുക്ക് ഫ്ലൂറിൻ കണ്ടെയ്നിങ് നടത്താൻ പറ്റില്ല. അപ്പോൾ നടത്തുന്നത് എന്താണ്? ക്ലോറിനും ബ്രോമിനും. ഓക്കെ, എഴുതി വെച്ചു. മനസ്സിലായ റിയാക്ഷൻ? സിമ്പിൾ റിയാക്ഷനാണ്. അവിടെ ഒരു ഹാലോ അറീനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നു. ടൊളുവീൻ എടുക്കുകയാണെങ്കിൽ ടൊളുവീൻ്റെ പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും വരുന്ന 2 പ്രൊഡക്റ്റിനെ നമുക്ക് കിട്ടും. അതിൻ്റെ മിക്സറിനെ കിട്ടും. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 പ്രൊഡക്റ്റിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആഡിൻ കമ്പൗണ്ടായിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് റിയാക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആഡിൻ കണ്ടെയ്ൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിനെ കൂടെ റിയാക്ഷൻ ആഡ് ചെയ്യണം. ഫ്ലൂറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഹൈ റിയാക്ടിവിറ്റിയാണ്.
അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുമ്പോഴേക്കും മറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പ്ലോഷൻ അങ്ങനത്തെ കോമ്പൗണ്ട്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. നമുക്ക് ഫ്ലൂറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സും നമ്മൾ ഈ മെത്തേഡിൽ ഫോളോ ചെയ്യില്ല. എഴുതാമല്ലോ, ഓരോ പോയിൻ്റായിട്ട് എഴുതാം കേട്ടോ. ഫ്രം ഹൈഡ്രോകാർബൺസ് ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒന്നാമത്തെ മെത്തേഡ്. ഫ്രം ഹൈഡ്രോകാർബൺസ്, അപ്പോൾ ടൊളുവിൻ ഒരു ഹൈഡ്രോകാർബൺ അല്ലേ, അവിടെ കാർബണും ഹൈഡ്രോജനും മാത്രമേ ഉള്ളൂ അല്ലേ. ടൊളുവിൻ ഒരു ഹൈഡ്രോകാർബണാണ്, മറ്റ് ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, മൊത്തം കാർബണും ഹൈഡ്രോജനും മാത്രമാണ്. ഫ്രം ഹൈഡ്രോകാർബൺസ് ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹെഡിങ് ആണ്, സബ് ഹെഡിങ് ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. അറൈൽ ഹാലൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഇല്ല, ബെൻസീൻ റിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ അരോമാറ്റിക് സിസ്റ്റംസോ കയറി വരും. നിങ്ങൾക്ക് ഇപ്പോഴും ബെൻസീൻ റിങ്ങൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്, വേറെ വരാൻ സാധ്യതയില്ല. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറീൻസ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറീൻസ് വിത്ത് ക്ലോറിൻ ഓർ ബ്രോമിൻ with chlorine or bromine gives aryl chloride and chlorine or bromine gives aryl chloride or aryl chloride and aryl bromide respectively. Aryl chloride and aryl bromide respectively. അപ്പോൾ ക്ലോറിൻ എടുത്ത് അറൈൽ ക്ലോറൈഡ്, ബ്രോമിൻ എടുത്ത് അറൈൽ ബ്രോമൈഡ് respectively. The catalyst used in this reaction, hyphenated എഴുതുക. Catalyst used in this reaction. Second point. Catalyst used in this reaction. ഹൈഫനേറ്റഡ് എഴുതുക. ഒന്നെങ്കിൽ നമുക്ക് Fe ഉപയോഗിക്കാം അല്ലെങ്കിൽ FeCl3 ഉപയോഗിക്കാം. Catalyst used in this reaction, Fe ion or iron 3 chloride. Fe or Fe iron 3 chloride എന്ന് പറയുന്നത് ഇതാട്ടോ, FeCl3 ആണ് നമ്മൾ പറയുന്നത്. Fe or FeCl3 ഇതാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. റിയാക്ഷൻ എഴുതിക്കോ. FeCl3 ഇടാം. അതാണ് ഈ അയൺ 3 ക്ലോറൈഡ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് അയൺ 3 ക്ലോറൈഡ്, സംഭവം അത് തന്നെയാണ്. റിയാക്ഷൻ ഇത് നെക്സ്റ്റ് ക്ലാസ് നോട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ട് വരണ്ടേ. കളർഫുൾ ആയാലും കളർഫുൾ അല്ലെങ്കിലും നോട്ട് വേണം. നെക്സ്റ്റ് ക്ലാസ് കളിക്കുടുക്ക പോലെ ഇരിക്കും എല്ലാത്തിൻ്റെയും ബുക്കൊക്കെ. എഴുതിക്കോ റിയാക്ഷൻ. ടൊളുവീൻ താഴെ എഴുതണം. ഓരോ ആളുടെയും പേര് എൻ്റെ താഴെ എഴുതണം. പ്രൊഡക്റ്റിൻ്റെ പേരും റിയാക്ടറിൻ്റെ പേരും എല്ലാം എഴുതണം. അത് വെച്ചിട്ട് നമ്മളിത് ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ. ടൊളുവീനാണിത്. സന്മേസോട് പറയണം. അടുത്ത കളറായിരിക്കില്ലേ ഊറ്റിങ്ങ. ആരോട് താഴെ ഡാർക്ക് ഒന്ന് കൊടുക്കണേ. ഓർത്തോ ഹാരട്ടൊളുവിൻ, പാര ഹാരട്ടൊളുവിൻ. അപ്പം നമ്മുടെ റിയാക്ഷന് തൊട്ട് സൈഡിൽ എഴുതിക്കോളൂ. എക്സ് ഹൈഫൻ ഇട്ടിട്ട് ആരൊക്കെയാ? ക്ലോറിൻ ഓർ ബ്രോമിൻ എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കാര്യം ഫ്ലൂറിൻ്റെ ഐഡൻറ്റിയും കാര്യം നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, എന്താ അവിടെ എടുക്കാത്തതെന്നൊക്കെ. അപ്പോൾ ക്ലോറിനും ഫ്ലൂറിനാണ് എടുക്കുന്നത്. ക്ലോറിനും ബ്രോമിനുമാണ് ഈസിലി നമുക്ക് ഓർത്തോ പ്രൊഡക്റ്റും പാര പ്രൊഡക്റ്റും കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എഴുതാം.
എഴുതിയില്ലേ ടൊളുവിൻ? ഇവിടെ ബെൻസീൻ റിങ്ങിൻ്റെ ഡബിൾ ബോണ്ട് എവിടെ? ആ ടൊളുവിൻ. ടൊളുവിൻ എഴുത്. അഞ്ചു മിസ്. അമ്മു അമ്മു അമ്മ ചേച്ചി എന്ത് നിങ്ങൾ വിളിക്കുന്നു? മിസ്സെന്നാണോ? ഒന്നും വിളിച്ചിട്ടില്ല. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം എങ്ങനെ ഉണ്ടെന്ന് പറയണം. എനിക്ക് എല്ലാവരുടെ പേപ്പറിൽ എനിക്ക് സ്പെഷ്യലായിട്ട് കാണാം. സാറ് എഴുതുന്നില്ല ഇപ്പോൾ ടെസ്റ്റ് അല്ലേ? എഴുതുന്നുണ്ടോ? അറിയാമെന്ന് വെച്ചിട്ട് എഴുതുക കേട്ടോ. എന്ത് പറ്റി? അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ആ പഠിപ്പിക്കാത്തതോ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നോമൻക്ലേച്ചറുണ്ട് കേട്ടോ, കോമൺ നെയിം ഒക്കെ ഉണ്ട്. ഇത്രയും പറയുന്നുണ്ട്. ശരി, ഓരോ പോയിന്റ് ഇട്ട് എഴുതിക്കോളൂ. ആ എന്തോ അതിട്ട് ഇന്ന് എഴുതുന്നുണ്ടോ? അപ്പോൾ 2 ടെസ്റ്റ് എഴുതിയിട്ടാണ് പോകണം അല്ലേ? ആ ആ 2 ടെസ്റ്റ് സന്തോഷമായില്ലേ? ആ അപ്പോഴേ നമ്മളെവിടെ നിർത്തിയത്? ഓക്കെ, അടുത്ത പോയിന്റ് എഴുതിക്കോ. ഓർത്തോ ആൻഡ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഞാനത് ഇപ്പോഴേ അറിഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഓർത്തോ ആൻഡ് പാര എന്ന് എഴുതിയൊക്കെ ഇനിയിപ്പോൾ ടെസ്റ്റിൻ്റെ പറയാം. ഓർത്തോ ആൻഡ് പാര ഐസോമേഴ്സ്. ഓരോ പോയിന്റ് ഓരോ ക്വസ്റ്റ്യനാണ്. സ്ഥലമില്ലല്ലോ എവിടെ ഇരിക്കാം. ഓർത്തോ ആൻഡ് പാര ഐസോമേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് due to large difference in their melting point. അടുത്തടുത്ത് മെൽറ്റിംഗ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് സെപ്പറേഷൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്ലീൻ സെപ്പറേഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂ ടു ലാർജ് ഡിഫറൻസ് ഇൻ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകും കേട്ടോ. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് വരും. നമുക്ക് ഓക്കെ. ഡ്യൂ ടു ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ മെൽറ്റിംഗ് പോയിൻറ്റ്സ്. അടുത്ത പോയിന്റ്, റിയാക്ഷൻ വിത്ത് അയഡൈഡ് ആർ റിവേഴ്സിബിൾ ഇൻ നേച്ചർ. റിയാക്ഷൻസ് വിത്ത് അയഡിൻ വേഗം എഴുതട്ടോ. ആർ റിവേഴ്സിബിൾ ഇൻ നേച്ചർ പോയിന്റാണ്. അതുകൊണ്ട് എന്താ? ഇറ്റ് റിക്വയർസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഇറ്റ് റിക്വയർസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ബ്രാക്കറ്റിൽ ഇപ്പം നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ എന്നാലും ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്ക്. HNO3 HiO4 HiO4 HNO3. അടുത്തായിട്ട് ലാസ്റ്റത്തെ പോയിന്റ്, ഫ്ലൂറോ കോമ്പൗണ്ട്സ് ആർ നോട്ട് പ്രിപ്പയർഡ് due to high reactivity of fluoro compounds are not prepared. അപ്പോൾ എത്ര സമയം ഇവർക്ക് എക്സാമിന്? 15 ക്വസ്റ്റ്യൻ എത്ര ടൈം?